ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ബനാന ഐസ്ക്രീമിന്റെ റെസിപ്പി നോക്കാം. കൂടാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബദാം മിൽക്കിന്റെ റെസിപ്പി കൂടെയുണ്ട്. എന്നാൽ ശരി, റെസിപ്പി കണ്ടു നോക്കാം. ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ബനാന തന്നെയാണ്. നമുക്ക് ഏത് ടൈപ്പ് ബനാന വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുപഴം വെച്ചിട്ടും ഏത്തപ്പഴം വെച്ചിട്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ചെറുപഴം വെച്ചിട്ട് ചെയ്യുന്നതാണ്. ചെറുപഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാക്കി പറയുന്ന 2 ഇൻഗ്രീഡിയൻസിന്റെ അളവുകൾ അനുസരിച്ച് 4 മുതൽ 5 ചെറുപഴം വരെ ആവാം. അടുത്തതായി പഴം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരുപാട് തിന്നായും പോകണ്ട, ഒരുപാട് വലുപ്പത്തിലും കട്ട് ചെയ്യണ്ട. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്യാനായിട്ടാണ്. അരിയാതെ വേണമെന്നുണ്ടെങ്കിലും ഫ്രീസ് ചെയ്യാം, പക്ഷെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പാടാകും. ഇങ്ങനെ അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതൊരു ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇത് ഉപയോഗിച്ച് തന്നെ കവർ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു സ്റ്റീലിന്റെ പാത്രത്തിലോ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോ ആണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മൂടി ഉപയോഗിച്ച് ക്ലോസ് ചെയ്താലും മതി. ക്ലീൻ റാപ്പ് ഉള്ളവര് ഇതുപോലെ കവർ ചെയ്തിട്ട് അതിന്റെ മൂടി അതിന് മുകളിൽ വെച്ചാലും മതി. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു പ്രയോജനം എന്തെന്നാൽ ഫ്രീസറിലുള്ള ഒരു തുള്ളി പോലും വെള്ളം ഇതിൽ വീഴില്ല. അപ്പോൾ ക്ലീൻ റാപ്പ് ഉള്ളവർ ഇതുപോലെ ചെയ്യുക, ഇല്ലാത്തവര് സാധാരണ പോലെ ചെയ്താലും മതി. ഞാനിത് 2 മണിക്കൂറോളം ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം. 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ വെക്കാമെങ്കിൽ അത്രയും നല്ലത്. ഞാനിതിപ്പോൾ 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഇനി ക്ലീൻ റാപ്പ് റിമൂവ് ചെയ്തെടുക്കാം. 2 മണിക്കൂർ കൊണ്ട് ആവശ്യത്തിന് സെറ്റായി വന്നിട്ടുണ്ട്. ഏത്തപ്പഴം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കൂടുതൽ പഴം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ബാക്കി 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബദാം മിൽക്കാണ്. ബദാം മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധാ പശുവിൻ പാലാണെങ്കിലും മതി. പക്ഷെ ബദാം മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആവുമേ. ഇനി വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. മറ്റുള്ള ഐസ്ക്രീമിന് ചേർക്കുന്നത് പോലെ വാനില എസൻസിന് പകരം നമുക്ക് ഏലക്ക പൊടിയൊന്നും ചേർക്കാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല. വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇതുപോലെ തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടുവേ. അരയ്ക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കാം, ഈന്തപ്പഴം ചേർക്കാം, മിൽക്ക് മെയ്ഡ് ചേർക്കാം. 3ഉം ഓപ്ഷണൽ ആണ്. പഴമായതിനാൽ നല്ല മധുരം തന്നെ ഉണ്ടാവും. പക്ഷെ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഐസ്ക്രീം സെറ്റ് ആകാൻ ഏത് പാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് നമുക്ക് മാറ്റാം. മുഴുവനായി മാറ്റിയതിനു ശേഷം ഒരു സ്പൂൺ കൊണ്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകൾ ഭാഗം ഒരു ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ക്ലീൻ റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിന്റെ മൂടി വെച്ച് ക്ലോസ് ചെയ്താലും മതി. 4 മുതൽ 5 മണിക്കൂർ വരെ എടുക്കും ഇത് സെറ്റായി കിട്ടാൻ. എനിക്ക് 4 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടിയിരുന്നു. നമ്മൾ ചേർത്തിരിക്കുന്ന പാലിന്റെ അളവ് ഒട്ടും കൂടി പോകരുത്. കൂടിപ്പോയാൽ സെറ്റായി കിട്ടാൻ എടുക്കുന്ന സമയവും അധികമാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആൽമണ്ട് മിൽക്കിന്റെ റെസിപ്പി പറയാന്ന്? അപ്പൊ നമുക്ക് ഐസ്ക്രീം സെറ്റായി വരുമ്പോഴത്തേക്കും ആ റെസിപ്പി പോയി നോക്കിയിട്ട് വരാം. 1 ഗ്ലാസ് അളവിന് ആൽമണ്ട് മിൽക്ക് തയ്യാറാക്കാൻ 10 ആൽമണ്ടുകളാണ്, അതായത് ബദാമാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു വെച്ചാൽ അരമണിക്കൂറിനുള്ളിൽ നമുക്കത് സോക്കായിട്ട് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. ഞാനിവിടെ ഇപ്പം അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് സോക്കായി വന്നതിന് ശേഷം തൊലി ഇതുപോലെ പീൽ ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റുവേ. അങ്ങനെ എല്ലാ ബദാമും പീൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. മുഴുവൻ വെള്ളവും ആദ്യം തന്നെ ചേർക്കണ്ട, മൊത്തത്തിൽ അരഞ്ഞു കിട്ടാൻ പാടാകുമേ. ഇതുപോലൊരു തരിതരിപ്പോടു കൂടിയായിരിക്കും അരഞ്ഞു കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവില് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ ഫുൾ 1 ഗ്ലാസ് ചേർക്കുന്നില്ല. നമുക്ക് ഈ ഐസ്ക്രീമിന് വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള ആൽമണ്ട് മിൽക്കാണ്. അതുകൊണ്ട് 1 ഗ്ലാസ് മുഴുവനായും വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. 10 ആൽമണ്ട്സിന് നമുക്ക് 1 ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം.
പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. മറ്റുള്ള ഓട്സ് പോലുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ടാണ് ആൽമണ്ട് മിൽക്ക് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ആൽമണ്ട്സിന് 1 ഗ്ലാസ് അളവിലെന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ആൽമണ്ട് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച ബനാന ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ക്ലീൻ റാപ്പ് ഉപയോഗിച്ചതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം അകത്ത് പോയിട്ടില്ല. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുമില്ല. ഇനി നമുക്കിപ്പോൾ തന്നെ ഇത് സെർവ് ചെയ്യാം. ഐസ്ക്രീം സ്കൂപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലത്തെ ഒരു തവി എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. കൂടാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ആൽമണ്ട് മിൽക്കിൻ്റെ റെസിപ്പിയും കൂടെയാണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ആ ബട്ടൻ്റെ കൂടെയുള്ള ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്